ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ജൂലൈ 16. നമ്മുടെ ഇതുവരെയുള്ള നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികളുടെ ഒരു അനാലിസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൈമറി ആയിട്ട് നോക്കാം. ഓക്കെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ജസ്റ്റ് റിസൾട്ട് അനാലിസിസ് മാത്രമാണ് ഇത്. ഈ റിസൾട്ട് അനാലിസിസിന്റെ പുറത്താണ് നമ്മൾ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികളുടെ വാച്ച് ലിസ്റ്റ്. അതിനുശേഷം നമ്മളൊരു അതിനകത്ത് ഫണ്ടമെന്റലൊക്കെ പഠിച്ച് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള അവരുടെ ഗൈഡൻസ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു ഫോക്കസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് സ്വിംഗ് ട്രേഡ് ആകട്ടെ, അല്ലെങ്കിൽ 3 to 5 days ട്രേഡ് ആകട്ടെ, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നല്ല റിസൾട്ട് വന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയ നല്ല ഗൈഡൻസ് ഉള്ള അടുത്ത ക്വാർട്ടറുകളിലേക്കുള്ള കൃത്യമായിട്ടുള്ള വിഷനുള്ള കമ്പനികൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ 3 to 5 days ട്രേഡും അല്ലെങ്കിൽ SST ട്രേഡും നമ്മുടെ എല്ലാ ട്രേഡുകളും അതിനെ സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എൻട്രി ഒക്കെ എടുക്കുന്ന ടെക്നിക്കൽ നോക്കിയിട്ടും സെക്ടർ അനാലിസിസ് ചെയ്തിട്ട് ട്രെൻഡിങ് സെക്ടർ നോക്കിയിട്ട് അതിനകത്ത് തന്നെ ഏറ്റവും ട്രെൻഡിങ് സ്റ്റോക്ക് നോക്കിയിട്ട് ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളത് പിക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രൈമറി സംഭവം മാത്രമാണ്, ജസ്റ്റ് റിസൾട്ട് അനാലിസിസ് മാത്രമാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഫസ്റ്റ് കമ്പനി ITC ഹോട്ടൽസ് ആണ്. നമുക്കറിയാം ITCയുടെ ഹോട്ടൽ ഡിവിഷൻ ആയിരുന്നു അത്. ഇപ്പം 200ഓളം ഹോട്ടൽസ് ആണ് അവർക്കുള്ളത്. ഇനി ഈ ITC ഹോട്ടലിന്റെ ഒരു ബിസിനസിനെ പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞു വരുമ്പോൾ, ഇന്ത്യയിലെ ദീപാവലി സെഷനൊക്കെ ഇനി വരാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും ടൂറിസത്തിന്റെ ഏറ്റവും നല്ലൊരു ടൈമാണ് അടുത്ത് വരാനിരിക്കുന്നത്. ആ സമയമൊക്കെ വരുമ്പോഴേക്കും ഇവരുടെ നല്ല സമയങ്ങളാണ്. ബിസിനസ് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവരുടെ അടുത്ത ക്വാർട്ടറുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അവരുടെ ജസ്റ്റ് നമ്മൾ ഒരു ROC നോക്കുമ്പോൾ 5 വർഷത്തെ ROC 10.43 ആണെങ്കിൽ അത് 3 വർഷം വരുമ്പോൾ 10.43, അത് തന്നെ സ്റ്റേബിൾ ആണ്. ഇപ്പം ലേറ്റസ്റ്റ് 4 ക്വാർട്ടറിലെ 11.23 ബിസിനസ് കൂടി വരുന്നുണ്ട്. ROE 5 വർഷം നമുക്ക് അവൈലബിൾ അല്ല. ROE 3 വർഷത്തെ 6.65 നിന്ന് 7.89 ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞ് കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. കടം വളരെ കുറവാണ്, 153 ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി അതും വളരെ ഫേവറാണ്. ഇൻട്രൻസിക് വാല്യൂ 131, 174 ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ബുക്ക് വാല്യൂ 51 രൂപയാണ്. 51 ഈ കഴിഞ്ഞ ലാസ്റ്റ് 12 മാസം കൊണ്ട് 55 രൂപ 97 കൂടിയിട്ടുണ്ട്. ഓക്കെ, ലെഡ്ജിങ് ഒന്നും തന്നെ ഇല്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു. പിന്നെ നമ്മൾ റിസൾട്ടോട്ട് പോവുകയാണെങ്കിൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് 816 നിന്നും 936 കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 14% സെയിൽസ് ഗ്രോത്ത് ആണ് ഇയർ ഓൺ ഇയർ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 245 നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 292 ഇപ്പോൾ കൂടിയിട്ടുണ്ട്. 30% എന്നുള്ള OPM പ്രോഫിറ്റ് 31% കൂടിയിട്ടുണ്ട്. പക്ഷേ മാർച്ച് മാസത്തിലെ പെർഫോമൻസുമായിട്ട് നോക്കുമ്പോൾ ഒരല്പം കുറവുള്ളതായിട്ട് നമുക്ക് കാണാം. അത് അങ്ങനെ തന്നെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സീസണൽ ബിസിനസ് ആണ്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എപ്പോഴും ജൂൺ ക്വാർട്ടർ ഒരു ഏറ്റവും കുറഞ്ഞൊരു ക്വാർട്ടർ ആയിരിക്കും. അതിനുശേഷം പിന്നെ കൂടി അവർ നല്ല ഗ്രോത്തിലോട്ട് വരും. സീസണൽ ബിസിനസ് ആണ്. ഓക്കെ, 245 കഴിഞ്ഞ ജൂണിൽ, അത് കഴിഞ്ഞ് 246 ആവുന്നു, 467 ആവുന്നു, 466 ആവുന്നു. മാർച്ച് മാസവും ഡിസംബറുമാണ് അവരുടെ ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന പെർഫോമൻസ്. അത് പണ്ടും അങ്ങനെ തന്നെ 206, 212, 381, 2025 ഫിനാൻഷ്യൽ ഇയറിലെ ലാസ്റ്റ് 412. ഓക്കെ, നമുക്ക് ഏതാണ് ഇങ്ങനെയുള്ള നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഗുണപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ബിസിനസ്സിൽ അവരുടെ ആ സൈക്ലിക്കൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് മാർച്ച് മാസം കഴിഞ്ഞാൽ അടുത്ത റിസൾട്ട് ലീനായിരിക്കുമെന്നും മാർച്ച് മാസത്തിലെ കഴിഞ്ഞ് കുറവായിരിക്കുമെന്നും നമുക്ക് മുന്നേ തന്നെ അറിയാൻ പറ്റും, മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് പൊസിഷനൊക്കെ അതനുസരിച്ചിട്ട് നമുക്ക് സൈസിങ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇപ്പം നിലവിൽ 1971 TTM വന്നിരിക്കുന്നത്. 35 OPM വന്നിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഇക്വിറ്റി ഡൈലൂഷൻ വന്നിട്ടില്ല. റിസർവ് കാര്യമായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. ബോറോവിങ്സ് എന്ന് പറഞ്ഞ കടം ഇല്ല. 74 കോടി രൂപ, 11,450 കോടി രൂപ റിസർവ് ഉള്ള ഒരു കമ്പനിക്ക് 74 കോടി രൂപ ബോറോവിങ്സ് എന്ന് പറയുന്നത് അവർ ജസ്റ്റ് എന്തെങ്കിലും ടാക്സ് സേവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം വല്ല എടുത്തു വെച്ചിരിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ 207 കോടി രൂപയാണ് അവർ ക്യാപിക്സ് പുതിയതായിട്ട് ഇറക്കുന്നത്. അതിന്റെ എഫക്ട് അടുത്ത ക്വാർട്ടറുകളിൽ വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ക്യാഷ് ഫ്ലോ പ്ലസ് ആണ്. സ്വാഭാവികം, കടമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്റ്റേബിൾ ആണ്. FII കുറച്ചിട്ടുണ്ട്, അതൊരു മാറ്റർ ഓഫ് കൺസേൺ ആണ്. പക്ഷെ DII കൂട്ടി വരുന്നുണ്ട്, അത് പോസിറ്റീവ് ആണ്. പബ്ലിക്കിന്റെ കയ്യിലെ ഹോൾഡിംഗ് 2% കൂടിയിട്ടുണ്ടെന്നുള്ളത് അത്ര നല്ലൊരു സംഭവമല്ല. മേ ബി അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വലിയ വലിയ HNIസിനും ഒക്കെ അറിയാം. അവര് മുൻപേ ഉള്ള അനാലിസിസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിസംബർ മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ലീൻ ക്വാർട്ടറാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് സ്റ്റോക്കിന് വില വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണെന്ന് അത് നേരത്തെ തന്നെ പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മാറി നിന്ന് ഇനിയായിരിക്കാം മേ ബി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് വരാൻ പോകുന്നു. അവര് സാധാരണ ഇതിൽ ഫോൺ കോൾ കൊടുക്കാറില്ല, പക്ഷെ PPT കൊടുക്കാറുണ്ട്. നമ്മൾ റേറ്റിംഗ് അപ്ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ റീഅഫൈംഡ് ആണ്.
ഓക്കെ, അതെല്ലാ കാര്യങ്ങളെല്ലാം വളരെ സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കുന്ന പോളിക്യാബ് ആണ്. പോളിക്യാബ് ഒക്കെ നമുക്കറിയാം വയറും കേബിൾസും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. 48 അതിന്റെ സ്റ്റോക്ക് പി എന്ന് പറയുന്നത്. അവരുടെ ഫണ്ടമെന്റൽ നോക്കുമ്പോൾ ROCE 28 നിന്ന് 31 ഇപ്പൊ 33. അതുപോലെ 21 22 ഇപ്പൊ 23. 25 ഇൻഡസ്ട്രി പി റേഷ്യോ ആണ്, ഓവർ വാല്യൂ ആണ്. ഇത്രയും സ്ട്രോങ് ആയിട്ട് പെർഫോമൻസ് കൊടുക്കുന്ന ഒരു കമ്പനി ഒരിക്കലും അണ്ടർ വാല്യൂ ആയിട്ട് നിൽക്കുന്നു വിചാരിക്കരുത്. 15 ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ ഫേവർ ആണ്. 4746 ഇൻട്രൻസിക് വാല്യൂ. ഓക്കെ, 9215 നിൽക്കുന്നു. ബുക്ക് വാല്യൂ 797 അത് 653 797 കൂടിയിരിക്കുന്നത്. കമ്പനിക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് 61.50. ഫ്രെഡ്ജിലൊന്നുമില്ല. നമുക്ക് റിസൾട്ടിലോട്ട് പോകാം. 858 ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. 1136 സോറി, കഴിഞ്ഞ വർഷത്തെ 858, അവിടുന്ന് 1136 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 15 നിന്ന് 14% OPM മാർജിൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ OPM മാർജിൻ കുറച്ച് കൂടിയാണ് വന്നിരിക്കുന്നത്. 1% കൂടിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ OPM മാർജിനിൽ ചെറിയ പ്രഷർ കാണാൻ പറ്റും. സെയിൽസ് നോക്കുമ്പോൾ 5906 കോടിയിൽ നിന്ന് 8210 കോടി രൂപ സെയിൽസ് എന്ന് പറയുമ്പോൾ 39% YOY സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സെയിൽസ് ഗ്രോത്തിന് ഒരു റീസൺ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഡാറ്റാ സെന്ററിന്റെ വലിയ ബിസിനസ്സുകൾ നടക്കുകയാണ്. അവിടത്തേക്കുള്ള കേബിൾസും വയർസിനും ഒക്കെ അവരുടെ ഒരു മെയിൻ സപ്ലയർ ആണ് പോളിക്യാബ്. അവരുടെ ഓർഡർ ബുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കണം. ഈ പറയുന്ന ഡാറ്റാ സെന്ററിൽ നിന്നും അങ്ങനെ വരുന്ന വലിയ വലിയ കമ്പനികളിൽ നിന്നൊക്കെ വരുന്ന ഓർഡർ ബുക്കുകൾ എത്രത്തോളം ഇവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും ഒരു കാര്യമാണ്. അതെല്ലാം ഇപ്പം നിലവിൽ ഓർഡർ ബുക്കുകളും കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സെയിൽസ് ഗ്രോത്ത് ഒക്കെ അവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ അവരുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ 32%, 29% പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. ഈക്വിറ്റി ഡൈല്യൂഷൻ ചെറിയ രീതിയിലുണ്ട്. റിസർവ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ബിസിനസ്സിൽ അത്രയും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. റിസർവ് സ്വാഭാവികമായിട്ട് കൂടും. ബോറോവിങ്സ് 236 കോടി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു ബോറോവിങ്സ് മാത്രമാണ്. ക്യാപെക്സ് നോക്കണം. ക്യാപെക്സ് അവർ ഹിസ്റ്ററിയിൽ ഏറ്റവും ടോപ്പ് ക്യാപെക്സ് അവർ ഇറക്കുന്ന ഈ പറയുന്ന ഡാറ്റാ സെന്റർ ബിസിനസ്സിനൊക്കെ ആ സെഗ്മെന്റിലേക്കൂടെ അല്ലെങ്കിൽ ആ ഓർഡറുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ഓർഡറുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ ക്യാപെക്സ് ഒക്കെ മാക്സിമം ഇറക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ നല്ല കമ്പനിയാണ്. ഓക്കെ, ക്യാഷ് ഫ്ലോ 3811 കോടി രൂപ ആണ് ക്യാഷ് ഫ്ലോ ബാലൻസ് ഇരിക്കുന്നത്. ഓക്കെ, റേഷ്യോസ് വളരെ ഫേവർ ആയിട്ടുണ്ട്. അതായത് ഇപ്പം അവരുടെ ബിസിനസ്സിലേക്ക് അവർ ഇറക്കുന്ന പൈസ 64 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 39 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഓർഡറുകൾ കൂടുന്നു, കമ്പനി ഡിമാൻഡ് കൂടുന്നു എന്നുള്ള നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ചെറിയ രീതിയിലൊരു കുറവ് വന്നിട്ടുണ്ട്. 63 നിന്ന് 61 നിങ്ങൾ മനസ്സിലാക്കണം. FII 11 നിന്ന് 18. മ്യൂച്വൽ ഫണ്ടുകാര് 11 നിന്ന് 7. ആ വാങ്ങിച്ചിരിക്കുന്ന മുഴുവൻ FIIs ആണ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും FIIs വാങ്ങിച്ചു, മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നിന്നും FIIs വാങ്ങിച്ചു. അത് ഈ ഡാറ്റാ സെന്റർ ബിസിനസ്സിന് അതിന്റെ ഫ്യൂച്ചർ ഗ്രോത്തിന്റെ എക്സ്പെക്ടേഷന്റെ പുറത്താണ് അതിലേക്ക് ഹ്യൂജ് ആയിട്ട് ഫോറിൻ മണി വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി റേറ്റിംഗ് ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ റീഅഫേംഡ് ആണ്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇത്ര ഫണ്ടമെന്റുള്ള ഒരു കമ്പനിക്ക് മോശമായിട്ടൊരു റേറ്റിംഗ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്ത ന്യൂജൻ സോഫ്റ്റ്വെയർ ആണ്. 7701 മാർക്കറ്റ് ക്യാപ്പ്, 22 അതിന്റെ സ്റ്റോക്ക് PE. അത് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇരുപത്തിയാറ് 5 വർഷത്തെ ROE. 26 സ്റ്റേബിൾ ആയിട്ട് 3 വർഷം നിൽക്കുന്നു. 25 ലാസ്റ്റ് വർഷം IT സ്വാഭാവികമായിട്ട് കൊണ്ടുവന്നൊരു പ്രഷറുണ്ട്. 21 ROE 5 വർഷത്തെ. അത് 21 മെയിൻറ്റെയിൻ ചെയ്യുന്നു. 19 ഇപ്പോൾ ലാസ്റ്റ് 12 മാസം കൊണ്ട് നിൽക്കുന്നു. ഇൻഡസ്ട്രി പിക്ക് ഈക്വൽ ആയിട്ടാണ് അതിന്റെ സ്റ്റോക്കിന്റെ PE നിൽക്കുന്നത്. പെഗ് റേഷ്യോ കുഴപ്പമില്ല. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അത്ര വലിയ കടങ്ങളൊന്നും ഉള്ള കമ്പനിയല്ല, ഫേവറാണ്. ഇൻട്രൻസിക് വാല്യൂ 512 കോടി രൂപയാണ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂ. 541 രൂപയാണ് അതിന്റെ മാർക്കറ്റ് റേറ്റ്. എന്ന് വെച്ചാൽ ഇൻട്രൻസിക് വാല്യൂവിനൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് അതൊരു അണ്ടർ വാല്യൂ പോലെയൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. IT എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ ബുക്ക് വാല്യൂ 124, 107 124. പ്രൊമോട്ടർ ഹോൾഡിംഗ് 53. ചെറിയൊരു പെർസെന്റേജ് ഓഫ് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. 0.07% ആണ്. ഫ്രെഡ്ജ് പെർസെന്റേജ് ഒന്നുമില്ല. ഇനി നമുക്ക് റിസൾട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ 321 നിന്ന് 357 ഇയർ ഓൺ ഇയറിൽ ബിസിനസ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 453 നിന്ന് 357 കുറവാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റീസൺ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാവും ജൂൺ ക്വാർട്ടർ എന്ന് പറഞ്ഞ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടും ഏറ്റവും മോശപ്പെട്ട ഒരു ക്വാർട്ടറാണ്. അവിടെ നിന്ന് പിന്നെ ബിസിനസ് കൂടി വരാറാണ്. അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നതും അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ സൈക്ലിക്കലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാർച്ച് മാസം അവരുടെ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു കയ്യിൽ ഈ പറഞ്ഞ HNIs അല്ലെങ്കിൽ മാർക്കറ്റിനെ സ്റ്റോക്കിനെ പറ്റി നന്നായിട്ട് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കും. പിന്നെ അവർ ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെയാണ് അതിനകത്ത് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി, സ്മാർട്ട് മണി വരുന്നത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന മാർച്ച് മാസം ഏപ്രിൽ മാസം ഒന്നും വരില്ല. അത് Q1 കഴിഞ്ഞിട്ട് വരാൻ ചാൻസ് ഉള്ളൂ.
നെറ്റ് പ്രോഫിറ്റ് 50 നിന്ന് 63 ആയിട്ടുണ്ട്. 106 നിന്ന് 63 കഴിഞ്ഞ ക്വാർട്ടർ ഏറ്റവും ടോപ്പ് ക്വാർട്ടർ. ഓക്കെ, പിന്നെ സെയിൽസ് ഇയർ ഓൺ ഇയർ TTM ഇപ്പം നിൽക്കുന്ന 417 കോടിയാണ്. വെരി ഗുഡ്. സെയിൽസ് ഗ്രോത്ത് 8%, അത് പ്രോഫിറ്റ് ഗ്രോത്തും അത്രയും തന്നെ ഉണ്ട്. പിന്നെ ഇക്വിറ്റി ഡൈല്യൂഷൻ ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. റിസർവ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ബോറോവിങ്സ് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ 232 കോടി രൂപ ക്യാഷ് ഫ്ലോ പ്ലസ് ആണ്. പിന്നെ ക്യാഷ് കൺവെൻഷൻ സൈക്കിൾ 137 164 കൂടിയിട്ടുണ്ട്. അത് ബിസിനസ്സിൽ എന്തൊക്കെയോ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അത് ബാക്കി കാര്യങ്ങൾ അതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് അവിടെ ഗൈഡൻസ് നിന്ന് ഏണിംഗ്സ് കോഡിൽ നിന്നൊക്കെ കിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഏണിംഗ്സ് കോഡിൽ നിന്ന് അതിന്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും, അതിന് ആൻസർ പ്രൊമോട്ടർ പറയും. ഓക്കെ, 53.78 ജൂൺ കഴിഞ്ഞ 2025 FIയിലെ ജൂണിലെ അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗിൽ 53.4 ചെറിയ കുറവുണ്ട്, നമ്മൾ ആദ്യം കണ്ടതാണ്. ഈ പറഞ്ഞ പോലെ FIIസിന്റെ ഹോൾഡിംഗ് 13 കുറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ ചെറിയ രീതിയിൽ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. 9.46 നിന്നും ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ ഹോൾഡിംഗ് കുറച്ച് കൂടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു മാറ്റർ ഓഫ് കൺസേൺ ആണ്. PPT വന്നിട്ടുണ്ട്, ഏണിംഗ്സ് കോഡ് വന്നിട്ടില്ല. റേറ്റിംഗ് റീഅഫൈംഡ് ആണ്. ഓക്കെ, അപ്പം ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചതും FII ഹോൾഡിംഗ് കുറച്ചതും മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കുറച്ചതും പബ്ലിക്കിന്റെ കയ്യിലേക്ക് കൂട്ടിയതും ഒരു മാറ്റർ ഓഫ് കൺസേൺ ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മുടെ ബാങ്കാണ്. 7.87 ആണ് അതിന്റെ PE റേഷ്യോ. പിന്നെ നമ്മൾ അവരുടെ ROC നോക്കുമ്പോൾ 6.42 ആണ്. അത് 5.80 നിന്ന് 6.37 ആയിട്ട് കൂടുന്നു. അവിടുന്ന് ലാസ്റ്റ് ഇയറിൽ 4 ക്വാർട്ടർ കൊണ്ട് ഇപ്പം 6.42 ആവുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 11 രൂപയിൽ നിന്ന് 13 രൂപ 69 പൈസയാകുന്നു. 13 രൂപ 53 പൈസയായിട്ട് അത് നിൽക്കുന്നു. ഇൻഡസ്ട്രി പിയുടെ കഴിഞ്ഞ താഴെയാണ്. 15 ഇൻഡസ്ട്രി പി. 7.87 ആണ് ഇപ്പോഴത്തെ PE. പെഗ് റേഷ്യോ 0.434 ആണ്. വെരി ഗുഡ്. അതുപോലെ ഇൻട്രൻസിക് വാല്യൂ 60 ആണ്. ബുക്ക് വാല്യൂ 45 ആണ്. മാർക്കറ്റ് റേറ്റ് 45 ആണ്. ശരിക്കും പറഞ്ഞാൽ അണ്ടർ വാല്യൂ സ്റ്റോക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി, ഇവരുടെ പെർഫോമൻസ് ബിസിനസ്സിലെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും. റവന്യൂ 2363 കോടിയിൽ നിന്ന് ടോപ്പ് ലൈൻ ഗ്രോത്ത് 2628 കോടിയായിട്ട് കൂടി. മാർച്ച് മാസം 2559 ആയിരുന്നു. അവിടെ നിന്ന് 2628 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് ഓഫ് സെയിൽസ് 11% കഴിഞ്ഞ വർഷത്തേക്ക് കൂടിയിരിക്കുന്നത്. ഇനി അവരുടെ ഫിനാൻസിങ് പ്രോഫിറ്റ് നോക്കിയാട്ടെ. കഴിഞ്ഞ ജൂണിൽ 189 കോടി ഫിനാൻസിങ് പ്രോഫിറ്റ് മൈനസ് ആയിരുന്നെങ്കിൽ അവിടുന്ന് കുറച്ച് കൊണ്ടുവരുന്നു, അവിടുന്ന് ലാഭത്തിലാകുന്നു, ലാഭം കൂടുന്നു, പ്രോഫിറ്റിലായിട്ട് നിൽക്കുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടെങ്കിലും ഇയർ ഓൺ ഇയർ നല്ല പെർഫോമൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതർ നെറ്റ് പ്രോഫിറ്റ് നോക്കും 322 നിന്ന് 378 ആവുന്നു. ഇവിടുത്തെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 480 നിന്ന് 378 ഇവിടെ അതുകൊണ്ട് തന്നെ കുറഞ്ഞിട്ടുമുണ്ട്. ഇനി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഗ്രോസ് NPA 3.15 ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത്. അത് 1/3 കുറഞ്ഞിട്ടുണ്ട്. 1.38 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഗ്രോസ് NPA. വെരി ഗുഡ്. ഓക്കെ, നെറ്റ് NPA 0.68 നിന്ന് 0.26 ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് മാനേജ് ചെയ്തത്. കറക്റ്റ് ആയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് വരുമല്ല, ഓരോ ക്വാർട്ടറുകളിൽ നോക്കിയാൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ ഇയർ പ്രോഫിറ്റിൽ 263 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു 2024 ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രകടനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 7% അവരുടെ സെയിൽസ് കൂടിയപ്പം 14% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ ഡൈലൂഷൻ വന്നിട്ടില്ല. റിസർവ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഡിപ്പോസിറ്റ് അതിൽ നിന്നിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അവിടെ ഡിപ്പോസിറ്റ് കൂടുന്നതും ബോറോവിങ്സ് കൂടുന്നതും ഒരു മാറ്റർ ഓഫ് കൺസേൺ അല്ല. ഓക്കെ, പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ FII പിന്നെ പ്രൊമോട്ടർ ഇല്ല, അറിയാമല്ലോ. അങ്ങനെയുള്ള കമ്പനികൾക്ക് കൂടുതലും പെർഫെക്ഷൻ കൂടും. പ്രൊമോട്ടർ ഇല്ല, FIIയും DIIയും ആണ് അവർ മാനേജ് ചെയ്യുന്നത്. അവര് FII കൂട്ടിക്കൊണ്ടുവരുന്നു, DIIയും കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ രണ്ടുപേരെ സ്റ്റേക്കോടെ കൂടുമ്പം ഇപ്പൊ ഏതാണ്ട് ഒരു 40% സ്റ്റേക്ക് FIIയും DIIയും കൂടെയാണ്. ബാക്കി 60% പബ്ലിക്കിന്റെ കയ്യിലുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മാർച്ച് 2024 ശേഷം പബ്ലിക്കിന്റെ കയ്യിലെ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് കുറഞ്ഞു വരുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഏണിംഗ്സ് കോഡ് വരുന്നേ ഉള്ളൂ. എന്തായാലും നല്ല രീതിയിൽ അവർ അവരുടെ NPA മാനേജ് ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. റേറ്റിംഗ് അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഅഫൈംഡ് ആണ്. ഓക്കെ, വിപ്രോയുടെ ഒരു ബ്യൂട്ടിയാണ് അവരുടെ ഈ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 6% ഇപ്പോഴത്തെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6% ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ബാങ്ക് ഇൻട്രസ്റ്റിനെ കഴിഞ്ഞും കൂടുതലാണ് കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് ഈൽഡ്. 13 അതിന്റെ PE റേഷ്യോ. അതിന്റെ ROCE 18 നിന്നും 18.12 ആവുന്നു. 17.8 ആയിരുന്നു
സ്വാഭാവികമായിട്ടും ഐറ്റിൽ പ്രഷറുണ്ട്. ROE 16 നിന്ന് 15 ആവുന്നു, 15 സ്റ്റേബിൾ ആവുന്നു. ഇൻഡസ്ട്രി പീനേക്കിന്റെ പിന്നെ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ്. പെഗ് റേഷ്യോ ലേശം കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, കടം ഉണ്ടെങ്കിലും കാര്യമായിട്ട് കമ്പനിയെ ബാധിക്കുന്ന രീതിയിൽ കടമൊന്നുമില്ല, 12 നിൽക്കും. ഇൻട്രൻസിക് വാല്യൂ 141, ബുക്ക് വാല്യൂ 83. അത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് റേറ്റ് 177. ഓക്കെ, 78 നിന്നാണ് 83 ബുക്ക് വാല്യൂ കൂടിയിരിക്കുന്നത്. ബുക്ക് വാല്യൂ കുറച്ചുകൂടെ കൂടിയാണ്, പക്ഷേ കമ്പനി ഇതുപോലെ ഡിവിഡൻഡ് കൊടുക്കുന്നതുകൊണ്ട് കമ്പനി റിസർവിലേക്ക് അത്രയും കൂടുതലായിട്ട് ക്യാഷ് വെക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വലിയൊരു മാറ്റം വരാതെ. പിന്നെ നമ്മൾ സെയിൽസ് ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 22,135 നിന്ന് 24,479 കോടിയായിട്ട് ടോപ്പ് ലൈൻ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 4,233 കോടിയിൽ നിന്ന് 4,633 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ 19 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഒരു 3,336, 3,356. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 3,522 നിന്ന് ചെറുതായിട്ട് താഴ്ച വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഓക്കെ റിസൾട്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ 6% സെയിൽസ് കൂടിയിട്ടുണ്ട്, 2% പ്രോഫിറ്റ് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് 7 മണിക്ക് അവരുടെ ഫോൺ കോൾ ഉണ്ട്. ഫോൺ കോളിൽ ബാക്കി കാര്യങ്ങളും അവരുടെ ഗൈഡൻസ് കാര്യങ്ങളെല്ലാം വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നാളത്തെ ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് വരാനിരിക്കുന്നത്. ഒരുപാട് പേര് ഈ ഏർണിംഗ്സ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇക്വിറ്റി ഡൈലൂഷൻ ഉണ്ടായിട്ട് തൊട്ടടുത്ത ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ല, പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. റിസർവ് കൂടിയിട്ടുണ്ട്. ബോറോവിങ്സ് ചെറിയ രീതിയിൽ ബോറോവിങ്സും കൂടിയിട്ടുണ്ട്, പക്ഷേ റിസർവ് കൂടിയേക്കുന്ന അത്ര ഒന്നും ബോറോവിങ്സ് കൂടിയിട്ടില്ല. ഓക്കെ, അപ്പം ക്യാഷ് ഫ്ലോ 14,932 കോടി രൂപ നല്ല ക്യാഷ് കയ്യിലിരിക്കുന്നുണ്ട്. ക്യാഷ് കൺവിൻസിങ് സൈക്കിൾ 40 നിന്ന് 54 കൂടി. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 72.62 നിന്ന് 72.59 കുറഞ്ഞിട്ടുണ്ട്. FIയുടെ ആക്ടിവിറ്റി 8.22 നിന്ന് 8.16 നിന്ന് 8.85 ഇയർ ഓൺ ഇയറിൽ അത് കൂടിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ ഹോൾഡിംഗ് കുറച്ച് കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ഹോൾഡിംഗ് കുറച്ച് കൂടിയിരിക്കുകയാണ്. ഇത് ഒരു മാറ്റർ ഓഫ് കൺസേൺ ആണ്. ഓക്കെ, എന്തായാലും ഇന്ന് 7 മണിക്ക് ഏർണിംഗ്സ് കോളൊക്കെ വരും. അതിനുശേഷമായിരിക്കും ബാക്കി നമുക്ക് അതിനകത്തൊരു ധാരണ എടുക്കത്തുള്ളൂ. റേറ്റിംഗ് റീഅഫൈംഡ് ആണ്. ഓക്കെ, അടുത്ത ടെക് മഹീന്ദ്ര. ടെക് മഹീന്ദ്രയും ഇതുപോലെ തന്നെ നല്ലൊരു IT കമ്പനിയാണ്. അവരുടെ ഗൈഡൻസ് കഴിഞ്ഞ തവണത്തെ അവരുടെ ഫോൺ കോളിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് പുതിയ ഓർഡറുകളൊന്നും അവർക്ക് കിട്ടിയില്ലെങ്കിലും എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നതിലൂടെ അവർ OPM മാർജിനിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കൊണ്ടുവരുന്നതാണ്. എന്തായാലും നമുക്ക് അതിന്റെ P റേഷ്യോ നോക്കുമ്പോൾ 27.8 ആണ്. 20.37 ROC, 5 വർഷത്തെ ആവറേജ് 17.85 ആവുന്നു. ഇത് 23.12. നല്ല രീതിയിൽ ROCയിലൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ROEയും ഇതുപോലെ തന്നെ 15.72. പിന്നെ 3 വർഷം നോക്കുമ്പോൾ ഒരു ചെറിയ ഇടിവുണ്ട്, പക്ഷെ ഇപ്പം 12 മാസം നോക്കുമ്പോൾ 17.53. 22 ആണ് അതിന്റെ ഇൻഡസ്ട്രി PE. 27.82 ഇപ്പോഴത്തെ സ്റ്റോക്കിന്റെ PE. പെഗ് റേഷ്യോ കൂടി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്, അതൊരു കൺസേൺ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് അത്രയും കടമൊന്നുമില്ല. 661 ഇൻട്രൻസിക് വാല്യൂ. 1,510 ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് റേറ്റ്. 279 നിന്ന് 302 ബുക്ക് വാല്യൂ കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് നോക്കുമ്പോൾ സെയിൽസ് നോക്കുമ്പോൾ ടോപ്പ് ലൈൻ ഗ്രോത്ത് 13,351 നിന്ന് 15,712 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 1,935 കോടിയിൽ നിന്ന് 2,738 കോടിയായിട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രോഫിറ്റ് നന്നായിട്ട് കൂടി, സെയിൽസ് നന്നായിട്ട് കൂടി, അത്രയൊന്നും എക്സ്പെൻസ് കൂടിയില്ല. എക്സ്പെൻസ് അവർക്ക് ഡീസന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. 14% സ്വാഭാവികമായിട്ടും 17% അവർ OPM മാർജിൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻകം മൈനസ് ആണ് 106 കോടി. അതർ ഇൻകം നമ്മളെ ഒരു മാറ്റർ വരുന്ന വിഷയമേ അല്ല. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 1,129 കോടിയിൽ നിന്ന് 1,486 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അതർ ഇൻകം കൂടിയിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ TTM ഇപ്പം 9,834 കോടി ആയിട്ടുണ്ട്. OPM മാർജിൻ ഒരു മാർച്ച് 2023 ശേഷമുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇപ്പം നിൽക്കുവാണ്. 11% സെയിൽസ് ഗ്രോത്ത് കൂടി, ഇപ്പം 17% അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കൂടിയിരിക്കുന്നത്. ഇക്വിറ്റി ഡൈലൂഷൻ ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. റിസർവ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ബോറോവിങ്സ് ശരിക്കും അത്രയൊന്നും കൂടിയിട്ടൊന്നുമില്ല, വളരെ നിസ്സാര ബോറോവിങ്സ് കൂടിയിട്ടുള്ളൂ. പിന്നെ ക്യാപെക്സ് 27 കോടി രൂപ IT കമ്പനിയാണ്, അതിന് വലിയ ക്യാപെക്സ് ഒന്നും ഇറക്കേണ്ട കാര്യമില്ല. പിന്നെ ക്യാഷ് ഫ്ലോ 6,172 കോടി രൂപ ക്യാഷ് ഫ്ലോ ഉണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടർ 34.99 നിന്ന് 34.97 ചെറിയ രീതിയിലൊന്ന് കുറച്ചിട്ടുണ്ട്. FII അത്യാവശ്യം കാര്യമായിട്ട് തന്നെ കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് കാര്യമായിട്ട് തന്നെ കൂട്ടിയിട്ടുമുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ നെറ്റായിട്ട് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു വിഷയമില്ല. ഈ 3 പേരും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ
വെച്ചു മാറുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. അതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പ്രൊമോട്ടർക്ക് ഇപ്പം പുതിയ പുതിയ എക്സ്പാൻഷനോ അല്ലെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സ്റ്റോക്ക് കുറച്ച് വിൽക്കാം. അത് FII ചെയ്യും, അവരെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ അത് വാങ്ങിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് നല്ലതായിട്ടാണ് അത് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ് ഇന്ന് വന്നിരിക്കുന്ന നല്ല റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുക. ഇനി എൻട്രി എടുക്കുന്നത് മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഈ സെക്ടറാണ് പെർഫോം ചെയ്യുന്നത് നോക്കി അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വെച്ച് ടെക്നിക്കൽ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ കാണാം. താങ്ക് യു.